ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിയൊരു എക്സ്ക്ലൂസീവ് അല്ല, നമ്മളിപ്പോൾ നിൽക്കുന്നിടത്തുള്ളൊരു നോമ്പ് തുറ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഓക്കെ, അപ്പോൾ സാധാരണ പോലെ നമ്മുടെ നാട്ടിലത്തെ പോലെ പള്ളിയിലല്ല നോമ്പ് തുറ. ഇവിടെ ഒരു ഗ്രൗണ്ടുണ്ട്. നമുക്ക് ആ ഗ്രൗണ്ടിൽ പോയി കഴിച്ചിട്ട് ഏതെങ്കിലും പള്ളിയിൽ പോയി നിസ്കരിക്കണം. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ ഓരോരോ കീഴ്വഴക്കങ്ങൾ. അപ്പം നമുക്ക് റൂമിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ട് ആക്ച്വലി കഴിക്കുന്നിടത്തോട്ട് പോകാൻ. ഈ പോകുന്നത് നമ്മുടെ ഒരു സുഹൃത്താട്ടോ, മലയാളിയല്ല. അതുകൊണ്ട് നമ്മൾ പറയുന്നൊന്നും മൂപ്പർക്ക് മനസ്സിലാകത്തില്ല. പിന്നെ കുറച്ച് ദൂരമുണ്ട് നടക്കാൻ. നടന്ന് കുറച്ച് ദൂരം ചെന്നിട്ട് വേണം ഈ ഗ്രൗണ്ട് എന്ന് പറയാനായിട്ട് ചെറിയൊരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ട് ഭാഗം അവിടെയാണ്. ഇപ്പോൾ സമയം ഇപ്പോൾ ഓൾമോസ്റ്റ് 6 മണിയാവുന്നതേ ഉള്ളൂ. ഇവിടെ 6:20 22-നാണ് നമസ്കാരം. അപ്പോൾ ഇപ്പോഴേലും ചെന്നാലേ സീറ്റ് കിട്ടുമെന്ന് അറിയത്തില്ല. സീറ്റല്ല, ഇരിക്കാനുള്ള ഇട കിട്ടുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇട കിട്ടുവാണെങ്കിൽ കഴുകണം, ഇല്ലെങ്കിൽ കിട്ടുന്ന എന്തെങ്കിലും മേടിച്ചുകൊണ്ട് പോരണം. അങ്ങനെയാണ് ഇപ്പം നിലവിലെ പ്ലാൻ. ഇന്നലെ ഇത് ആക്ച്വലി 2ാമത്തെ നോമ്പാണ് കേട്ടോ. ഇന്നലെ ഞങ്ങൾ പോയത് വേറെ സ്ഥലത്താണ്, ഇന്ന് പോകുന്ന വേറെ സ്ഥലത്താണ്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് അറിയത്തില്ല. അങ്ങനെ ഇവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ തിരക്ക്, കണ്ടില്ലേ? ഇവിടെ ഈ ലൈൻ ഇപ്പുറത്തോട്ട് ലെഫ്റ്റ് സൈഡിൽ സ്ത്രീകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. എങ്ങനെ പോയാലും ഒരു 10,000-2000 മേളിലുള്ള ആൾക്കാരോട് ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ഫുഡ്. ഇതിനകത്ത് ഈത്തപ്പഴമുണ്ട്, വെള്ളം, പിന്നെ ഇത് നമ്മുടെ ലബൻ, പിന്നെ ഇതിനകത്ത് ബിരിയാണി എന്തെങ്കിലും ആയിരിക്കും. ഇവിടെ ഞാൻ പണ്ട് എൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ലെഫ്റ്റ് സൈഡിലൊരു പാകിസ്ഥാനി ആണെങ്കിൽ റൈറ്റ് സൈഡിലൊരു സൗദി, നേരെ ഒരു യമണി, അവിടെ ഒരു ബംഗാളി, ഇവിടെ വേറെ ഏതോ ടീമായിരിക്കും. അങ്ങനെ ആയിരിക്കും ഇവിടെ. ഞാൻ നിങ്ങളോടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതല്ലേ. ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലല്ല, 1000 ഒന്നുമല്ല, 2000-ന് മേളിലുള്ള ആൾക്കാർ ഇവിടെ എന്തായാലും ഉണ്ടാവും. മലയാളികളൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അയ്യോ, അങ്ങോട്ട് ലേഡീസാണ്, അതുകൊണ്ട് വേണ്ട. ഏട്ടാ, ഇവിടെ ഇപ്പം നോമ്പിൻ്റെ ടൈമിൽ നമുക്ക് പുറത്ത് പബ്ലിക്കായിട്ടൊന്നും ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല. കുറച്ച് റെഗുലേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയൊന്നും കഴിക്കരുത്. പോലീസ് പിടിച്ചുകൊണ്ട് പോകും, ചിലപ്പോൾ പെറ്റി അടിക്കും, ചിലപ്പോൾ പിടിച്ചകത്തിടും. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നത്തെ നോമ്പുറക്കി കിട്ടിയത്. മന്തി വിത്ത് ഒരു ചിക്കൻ പീസ്. കഴിക്കട്ടെ, പിന്നെ വരെ. അപ്പം നമ്മൾ ഒഫീഷ്യലി കഴിപ്പൊക്കെ കഴിഞ്ഞു, അതായത് നോമ്പുറ കഴിപ്പൊക്കെ കഴിഞ്ഞു. പച്ചാടിയനെ ഇനിയിപ്പം നിസ്കരിക്കണം. ഇന്നലെ ആക്ച്വലി ഞങ്ങളൊരിടത്ത് കഴിക്കാൻ പോയിരുന്നു, അത് അടിപൊളി ഫുഡായിരുന്നു. ഇന്നത്തെ കുഴപ്പമില്ല, പക്ഷേ ഇന്നത്തെ അത്ര ഒത്തില്ല. പിന്നെ ദാനം കിട്ടിയ പശുവിൻ്റെ പല്ലെണ്ണരുതെന്നൊക്കെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമ്മളതിനെപ്പറ്റി അധികം സംസാരിക്കേണ്ട. കിട്ടിയത് കഴിക്കുക, നിസ്കരിക്കുക, റൂമിൽ പോവുക. ഓക്കെ, പിന്നെ ഫുഡ് നല്ലായിരുന്നു, കുഴപ്പമില്ല. ഇവിടെ എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ. നമ്മുടെ നാട്ടിലാണ് ഓരോരുത്തർ സ്പോൺസർ ചെയ്യുന്നതും പല പല ടൈപ്പ് ഓഫ് ഫുഡ്. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ തന്നെയാണ്. തിരക്കൊക്കെ ഉണ്ടല്ലേ. അവിടെ ഒരു സൈഡിൽ ഒരു വലിയൊരു ഡ്രമ്മിൽ ആപ്പിളൊക്കെ കൊണ്ടുവന്നിട്ട് ആകെ പട കിട്ടിയത് 8-10 അവർ. അത് അവിടെ തന്നെ തീരും. അതുപോലെയാണ് നമ്മുടെ ജോർജ് കുട്ടി പറഞ്ഞ പോലെ, ഈ രഹസ്യം 3ാമതൊരാൾ അറിയില്ല എന്ന് പറഞ്ഞ പോലെ അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരല്ലാണ്ട് വേറൊരാളത് അറിയത്തില്ല. ഇന്നലെ ഞങ്ങൾ കഴിക്കാൻ പോയിടത്ത് ഒരു തട്ടിൽ ഒരു ഫുൾ മന്തി അൽഫാമായിരുന്നു ഇന്നലെ. അപ്പോൾ അത് 4 പേർക്ക്, അതായത് ഒരാൾക്കൊരു 1/4 പീസ് വെച്ച് നല്ല ക്വാണ്ടിറ്റിയിൽ റൈസും ഒക്കെ കിട്ടുമായിരുന്നു. ഇന്നൊരു പാക്ഡ് ആയതുകൊണ്ട് അത്ര പോരായിരുന്നു. പിന്നെ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞില്ലേ നേരം കിട്ടിയ പശു, പല്ലെണ്ണൽ, അതൊക്കെ
പിന്നെ വേറൊരു സാധനം കാണിച്ചു തരാം. അവിടെ നിന്ന് കിട്ടിയാണ് ഒരു ചെറിയൊരു ലെബൻ. നമുക്കിത് സൗദിയിലെ സ്പെഷ്യൽ ഒരു സാധനമുണ്ട്, 7-അപ്പിൻ്റെയോ മിറിൻഡയുടെ എന്തോ മറ്റേ സിട്രസ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഷൻ, അതുമായിട്ട് മിക്സ് ചെയ്യാം. അത് അടിപൊളിയാണ്, ഭയങ്കര റിഫ്രഷിങ്ങാണ്. അങ്ങനെ നമ്മുടെ മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞു. ആക്ച്വലി പള്ളി ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു റീൽസിലിട്ടിട്ടുണ്ടായിരുന്നു, ഇവിടെ ജുമാ നിസ്കരിക്കാൻ പറ്റുന്ന പള്ളി, ആ പള്ളി തന്നെയാണ് കേട്ടോ. ഇവിടെ ആക്ച്വലി നമ്മൾ കഴിച്ചിട്ട് വരുമ്പോൾ തന്നെ നിസ്കാരമൊക്കെ കഴിയും. പിന്നെ ആരെങ്കിലും ഒരാൾ ഇമാമായിട്ട് കിട്ടും, 10-40 പേര് അവരുടെ പുറകെ ഉണ്ടാവും. അങ്ങനെ അങ്ങ് കൂടാം. അപ്പോൾ നമ്മളങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റ് എത്തി. സ്ഥിരം പോകുന്ന സൂപ്പർ മാർക്കറ്റ് അല്ല കേട്ടോ, കുറച്ചുകൂടെ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റാണ്. ഇവിടുന്ന് നമുക്ക് ആ അംലിയാത്ത് എന്ന് പറഞ്ഞ സാധനം, ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. കിൻസ എന്നൊക്കെ പറയുന്ന അടിപൊളി സാധനം അതേ ഇരിക്കുന്നത് കേട്ടോ. അംലിയാത്ത് അതില്ലേ, അത് ശരി, ഇവിടെ കാണും, നോക്കട്ടെ. നമ്മൾ കുറേ നോക്കി, ഇവിടെ ഒന്നും കണ്ടില്ല. അപ്പോൾ തൽക്കാലം കിൻസ എടുത്തുകൊണ്ട് പോകാമെന്ന് വെച്ചു. എന്തേ ഇതാണ്, മറ്റേ അംലിയാത്ത് നോക്കിയിട്ട് കണ്ടില്ല. ഇതും സെയിം തന്നെ, സിട്രസ് ഫ്ലേവർ തന്നെയാണ്. ഇത് സൗദി മെയ്ഡാണ്, മറ്റേത് സൗദി മെയ്ഡ് തന്നെയാണ്. അങ്ങനെ നമുക്ക് മിറിൻഡയുടെ തന്നെ സിട്രസ് കിട്ടി. ഞാൻ പറഞ്ഞില്ല ഇതിവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ഇത് മാറി വേറൊരു സ്ഥലത്തായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കിട്ടി. ഇതിനൊന്ന് ബില്ലടിക്കട്ടെ, എന്നിട്ട് നമുക്ക് റൂമിൽ പോകാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കോമ്പിനേഷൻ, അതായത് നമ്മുടെ ലെബനും സിട്രസും ഗ്ലാസും. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാം. ഞാനിതിന് മുമ്പ് കുടിച്ചിട്ടുള്ള കേട്ടോ. അപ്പം ചിയേഴ്സ്. നല്ല ഗ്യാസ് ഉണ്ട് അമ്മേ, പക്ഷേ ഭയങ്കര ഒരു റിഫ്രഷ്മെൻ്റാണ്. എങ്ങനെ പറയാം, നമ്മുടെ തൈരിനകത്ത് 7-അപ്പ് ഇട്ടിട്ട് ഇച്ചിരി കൂടെ നാരങ്ങ പിഴിഞ്ഞൊഴിച്ചാണുള്ളത്, ആ ഒരു ഫീല്. പക്ഷേ അതങ്ങനെ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെ നാട്ടിൽ നിന്ന് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. നാട്ടിൽ ചെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നോക്കിയിട്ട് പറയാം. അപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ നോർമലി ട്രൈ ചെയ്യുന്ന സാധനം തന്നെ, ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഈ ഒരു ട്രൈയോട് കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. കുറച്ചുകൂടെ മിച്ചം എടുപ്പുണ്ട്, അതുകൂടെ കുടിക്കണം. അപ്പം അടുത്തൊരു വീഡിയോ വരുന്നവരെ വരയ്ക്കും. ടാറ്റാ.